ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങനെ കേരളത്തിലെ മതേതര ഫാബ്രിക്കിനെ ദോഷം ചെയ്തുകൊണ്ട് തന്നെ സാമുദായിക വോട്ടുകൾ സ്വീകരിക്കാൻ കോൺഗ്രസും CPM-ഉം തയ്യാറാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെതിരെ കൂടിയാണ് വിമർശനം. ആ വിമർശനം ഉന്നയിക്കുന്നത് BJP ആണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP-യുടെ ഇത്തരം സാമുദായിക നിലപാടുകൾക്കെതിരെ കോൺഗ്രസും CPM-ഉം ശക്തിയുക്തം പ്രതികരിക്കുന്നതിനിടയിൽ ഇത്തരം പ്രവണതകൾ അവരിൽ നിന്ന് മതേതരത്വവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നിങ്ങൾ കേൾക്കാൻ ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നോക്കൂ, SDP-യുടെയും ജമാഅത്തയുടെയും പിന്തുണ. ഇപ്പോൾ പാലക്കാടാണെങ്കിൽ SDP ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അവർ ആഘോഷം നടത്തിയത് ഞങ്ങളുമായി ബന്ധമില്ല എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ അങ്ങോട്ട് പോയതല്ല, അവർ ഇങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഇതാ PDP-യെ കുറിച്ച് LDF പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ അങ്ങോട്ട് പോയതല്ല, അവർ ഇങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിച്ചാണ്. ഇനി പണ്ട് ജമാഅത്തെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് പോയതല്ല, ഇങ്ങോട്ട് വന്നതാണ്. ഈ നിലയ്ക്ക് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, കിട്ടിയാൽ കിട്ടി, അല്ല കിട്ടിയാൽ പോരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടല്ലേ ഈ വഴുക്കുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ടല്ലേ തെന്നി വീഴുന്നത്? അല്ല മാധു, ഞങ്ങൾക്ക് SDP പിന്തുണ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള ആർജവും കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട്, UDF കാണിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംഘടനകളുടെ പിന്തുണ കൊണ്ടല്ല പാലക്കാട് ഞങ്ങൾ ജയിച്ചതെന്നും, അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ ജയിച്ചതും, അല്ലെങ്കിൽ തൃക്കാക്കര ജയിച്ചതും, വയനാട്ടിൽ ജയിച്ചതും, എന്തിന് ചേലക്കരയിൽ പോലും ജയിച്ചതിന് തുല്യമായിട്ട് ഒരു നിസ്സാര വോട്ടിന് ഞങ്ങൾ പരാജയപ്പെട്ടത് പോലും ഇവരുടെ ആരുടെ പിന്തുണ കൊണ്ടൊന്നുമല്ല. ഇനി നിലമ്പൂർ മണ്ഡലത്തിൽ ഇത്തരം സംഘടനകൾക്കൊക്കെ എത്ര വോട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എന്നെ എതിർത്ത് സംസാരിക്കുന്ന ഉല്ലാസ് ബാബുവിനോ അല്ലെങ്കിൽ DYFയുടെ നേതാവായിട്ടുള്ള സനോജിനെ എല്ലാവർക്കും അറിയാമല്ലോ. ഈ ചർച്ച കാണുന്നവർക്ക് അറിയാം ഈ പറഞ്ഞ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ എത്രത്തോളം ഉണ്ട്, ഈ സംഘടനകളൊക്കെ എത്രത്തോളം ശക്തമാണെന്ന്. അപ്പം ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് എന്താ? ഈ ചർച്ചയിലും ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ ചർച്ചകളിലും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ടായ, റേഷൻ മുടക്കുന്ന, സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയായ, രൂക്ഷമായ വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ പരാജയപ്പെട്ട സപ്ലൈകോ കാരുണ്യ ചികിത്സാ പദ്ധതി നിർത്തലാക്കിയ പിണറായി വിജയന്റെ സർക്കാർ ആശാ വർക്കർമാരെ 120 ദിവസമായിട്ട് പെരുവഴയും പൊരിവയിലും നനഞ്ഞ് സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യാനായിട്ട് വിട്ടുകൊടുത്ത പിണറായി സർക്കാരിനെതിരെ, അല്ലെങ്കിൽ PSC ഉദ്യോഗാർത്ഥികൾ രക്തം കൊണ്ട് പോസ്റ്റർ എഴുതി മുദ്രാവാക്യം വിളിച്ചിട്ട് പോലും അവരോടൊരു കരുണ കാണിക്കാത്ത പിണറായി വിജയൻ സർക്കാരിനെതിരെ, കേരളത്തിലെ ആരോഗ്യ രംഗത്തെ കാലാവധി കഴിഞ്ഞ മരുന്ന് തീറ്റിച്ച് കൂട്ടിരിപ്പുകാർക്ക് പാമ്പ് കടി ഏൽക്കുന്ന രീതിയിലേക്ക്, ബണ്ണും പാലിനും പോലും പണം കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, കെട്ടുകാര്യസ്ഥതയിലേക്ക് തള്ളിവിട്ട പിണറായി സർക്കാരിനെതിരെ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ RSS വൽക്കരണത്തിനെതിരെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കെട്ടുകാര്യസ്ഥതയ്ക്കെതിരെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് SFIക്കാരുടെ തോന്നിവാസത്തിന്റെ കൂത്തരങ്ങാക്കി മാറ്റിയതിനെതിരെ, ഇതിനൊക്കെതിരെയുള്ള പ്രചരണമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ ഇവർ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ ലൈഫ് മിഷൻ പദ്ധതി പോലും 1,26,000 കുടുംബങ്ങളാണ് അടുത്ത ഗഡു പണം കിട്ടാത്തതിന്റെ പേരിൽ ഈ പെരുമഴക്കാലത്ത് ടാർപോളിൻ ഷീറ്റ് വിരിച്ച കെട്ടിടത്തിൽ, മേൽക്കൂരയില്ലാത്ത കെട്ടിടത്തിൽ കിടക്കേണ്ടി വരുന്ന ഗതികേടുള്ളത്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ വിഷയങ്ങൾ കേരളത്തിന് മുന്നിലേക്ക് പ്രതിപക്ഷത്തിന് കൊണ്ടുവരാൻ കഴിയുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ വിഷയങ്ങളിലേക്ക്, ഇത്തരം വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കിയത് ആരാണ് ഡോക്ടർ ജിൻഡോ ജോൺ? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ട എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDP-യെ തള്ളി പറഞ്ഞു എന്ന് നേരത്തെ അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞൂടെ? അല്ല മാധു, ഇത്തരം ചർച്ചകളിലേക്ക് പോകണമെന്ന് ചില മാധ്യമങ്ങൾക്കും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇവർ രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്ന പാർട്ടികൾക്കുമാണ് ഉള്ളത്. നാട്ടിലെ സാധാരണക്കാർ ചർച്ച ചെയ്യുന്ന വിഷയം ഇതല്ല, ഞാൻ പറഞ്ഞ വിഷയങ്ങളാണ്. ഇപ്പൊ ലൈഫ് മിഷൻ കൊട്ടിഘോഷിച്ച് നടപ്പാക്കുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ ചിത്രം ദേശീയപാതയുടെ ഓരത്ത് അച്ചടിച്ച് പ്രദർശിപ്പിക്കാൻ വേണ്ടി 15 കോടിയാണ് ചെലവഴിച്ചത്. 375 മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് വീട് ഒരുക്കാനുള്ള പണമാണ്. ഈ 5000 കുടുംബങ്ങൾക്ക് വീട് ഒരുക്കാനുള്ള പണമാണ് 200 കോടി രൂപ ചെലവഴിച്ച് സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് ചെലവഴിച്ചത്. അതുപോലെ 30 കുടുംബങ്ങൾക്ക് വീടൊരുക്കാനുള്ള പണമാണ് നവകേരള സദസ്സ് നടത്താൻ വേണ്ടി ചെലവഴിച്ചത്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിച്ചത് പോലും 11 മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള പാവം പിടിച്ച ആളുകൾക്ക് വീടൊരുക്കാനുള്ള പണം കൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് കെട്ടിയത് പോലും 11 കുടുംബങ്ങൾക്ക് വീടൊരുക്കാനുള്ള ലൈഫ് മിഷന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ സർക്കാരിന്റെ പ്രയോറിറ്റി ഞങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് തുറന്നു കാണിക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമിയും PDP ഹിന്ദു മഹാസഭയും ഒന്നും അല്ലല്ലോ പ്രശ്നം. ഈ നാട്ടുകാരുടെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നമല്ലേ? ഇപ്പൊ നിലമ്പൂർ തന്നെ റബ്ബറിന് താങ്ങുവില 250 ആക്കുമെന്ന് പറഞ്ഞു 9 കൊല്ലമായി ഈ സർക്കാർ താങ്ങാൻ തുടങ്ങിയിട്ട്. നെൽകർഷകരുടെ നെല്ല് ഏറ്റെടുത്തിട്ട് അതിന്റെ പണം കൊടുക്കാൻ പറ്റുന്നില്ല. പണം കിട്ടാത്തതിന്റെ പേരിൽ ആ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ട്. വനം വന്യജീവി പ്രശ്നങ്ങളുണ്ട്. പ്രളയ സമയത്ത് എന്ത് സഹായം ഈ സർക്കാർ ചെയ്തു? വയനാട് ഭൂമി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ പാവം പിടിച്ച മനുഷ്യർക്ക് വാടക കൊടുക്കാൻ പണമില്ലാത്ത സർക്കാരാണ് മുഖ്യമന്ത്രിയുടെ ആഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ട് 15 കോടി ചെലവഴിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ റീലിന് വേണ്ടിയിട്ട് 2 കോടി ചെലവഴിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യണ്ടേ? ഇവിടെ പാലസ്തീൻ വിഷയം വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചാൽ
യൂണിഫോം സിവിൽ കോഡിനെതിരെ പ്രതിഷേധിച്ചാൽ, പൗരത്വ നിയമത്തിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചാൽ, നരേന്ദ്രമോദിക്കെതിരെ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് കലാപഹ്വാനത്തിന് കേസെടുക്കും. നരേന്ദ്രമോദിയുടെ സമാനമായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ പിണറായി വിജയൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സംഘവൽക്കരിക്കപ്പെട്ടു എന്നുള്ള മുദ്രാവാക്യം ഞങ്ങൾ പറയുന്നില്ലേ? അവിടെ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയോ PDP ഒക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പറയും ഗാന്ധി വധത്തിൽ കുറ്റാരോപിതരായിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ പിന്തുണ സ്വീകരിച്ചു. ഡൽഹി ജുമാ മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന് സുപ്രീം കോടതിയിലടക്കം കേസിന് പോയിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ പിന്തുണ CPM സ്വീകരിച്ചു. P. ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞിട്ടുള്ള യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നു, റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന PDP-യുടെ പിന്തുണ ഇവർ സ്വീകരിച്ചു. നാളിതുവരെ ഒരു തീവ്രവാദ കേസിലോ ഒരു ക്രിമിനൽ കേസിലോ പ്രതിയാകാത്ത ഒരു കേസിലും അങ്ങ് ജനകീയ വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെടാതെ നിൽക്കുകയായിരുന്നു. പക്ഷെ അങ്ങ് ആദ്യം പറഞ്ഞു PDP കുറിച്ച്. ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയണം. 30 സെക്കൻഡ് ഇവരെയൊക്കെ പിന്തുണ സ്വീകരിക്കാം. ഇതിനു മുമ്പ് പല ക്രിമിനൽ കേസുകളിൽ ബോംബ് സ്ഫോടനത്തിൽ ഗാന്ധിവധത്തിൽ ഉൾപ്പെടെ പ്രതിയാക്കപ്പെട്ട സംഘടനകളുടെ പിന്തുണ CPM-ന് സ്വീകരിക്കാം. പക്ഷെ നാളിതുവരെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയിലോ ക്രിമിനൽ കേസിലോ സ്ഫോടനങ്ങളിലോ ആസൂത്രിത കലാപങ്ങളിലോ പങ്കെടുക്കാത്ത ഒരു സംഘടന, ആ സംഘടനയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചാൽ വേണ്ടത് ഞങ്ങൾ എന്തിനു പറയണം? ഈ ചർച്ചയിൽ ഇരിക്കുന്ന CPM-ന്റെയും അല്ലെങ്കിൽ BJP-യുടെയും പ്രതിനിധികളുണ്ടല്ലോ, ഇവരുടെ പാർട്ടിയുടെ പ്രവർത്തകർ നാളെ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ വേണ്ടെന്ന് ഞങ്ങൾ പറയണോ? പാലക്കാട് ഇലക്ഷനിൽ ഞങ്ങൾക്ക് വോട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഡോക്ടർ ജിൻഡോ ജോൺ, എനിക്ക് അതിൽ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഒന്ന്, ഈ PDP അല്ല, വെൽഫെയർ പാർട്ടി അല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല വിഷയമെന്ന് അങ്ങ് ഈ ഊഴത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ട് അങ്ങ് അത് വൈൻഡ് അപ്പ് ചെയ്യുന്നത് PDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ മതരാഷ്ട്രവാദികൾ, നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ മതേതരവാദികൾ അല്ലേ എന്ന് VD സതീശൻ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ സമയമുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള സമയമില്ല. പിന്നെ അങ്ങ് ഇപ്പോൾ നേരത്തെ അങ്ങയുടെ നേതാക്കളെ പോലെ തന്നെ ഇതിലൊന്നും പങ്കെടുക്കാത്ത ആളുകൾ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ നേരത്തെ ശ്രീ VK സനോജ് പറഞ്ഞതുപോലെ നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അങ്ങനെ പങ്കെടുക്കാത്ത സംഘടന എന്നല്ല വിശദീകരിച്ചിരുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നത് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വസ്തുതയാണ്.